നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് ഓട്ടോറിക്ഷയിൽ നിന്നും വീണുപോയത് കണ്ട മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് മാതൃകയായി. ഞായറാഴ്ച രാവിലെ ആമ്പല്ലൂരിലായിരുന്നു സംഭവം. നവീകരിച്ച കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ കൂദാശയും പുനഃപ്രതിഷ്ഠയും ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ഇടവക ദിനാഘോഷവും ജൂബിലി സമാപന ചടങ്ങും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ ആരക്ഷക ഹോമവും ആദരണവും സംഘടിപ്പിച്ചു. ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും കൂടി പഠിച്ചാൽ ശ്രീനാരായണ ഗുരുദേവന്റെ മതസമന്വയ ദർശനം പൂർത്തിയാക്കാനാകുമെന്ന് ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പേരാമ്പ്ര ഗുരു ചൈതന്യ മഠത്തിൽ നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി നടത്തുന്ന ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് കൊടകരയിലും പുതുക്കാടും സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗ് ഓട്ടോറിക്ഷയിൽ നിന്നും വീണുപോയത് കണ്ട മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് മാതൃകയായി. ഞായറാഴ്ച രാവിലെ ആമ്പല്ലൂരിലായിരുന്നു സംഭവം. ആമ്പല്ലൂരിൽ ഓട്ടോ ഓടിക്കുന്ന തലവണിക്കര സ്വദേശി ഐത്താടൻ ശിവദാസാണ് കളഞ്ഞു കിട്ടിയ 8 പവൻ സ്വർണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് മാതൃകയായത്. കല്ലൂർ ചക്കാലക്കൽ ഡൊമിനിക് ജോളി ദമ്പതികളുടെ മകളുടെ സ്വർണമാണ് യാത്രക്കിടെ നഷ്ടപ്പെട്ടത്. ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയ ശേഷം മുന്നോട്ടെടുക്കുന്നതിനിടെ സ്വർണമടങ്ങിയ ബാഗ് താഴെ വീഴുകയായിരുന്നു. ഏതാനും ആഭരണങ്ങൾ ബാഗിൽ നിന്നും റോഡിലേക്കും വീണിരുന്നു. ഓട്ടോ ഡ്രൈവറും യാത്രക്കാരും വിവരമറിയാതെ യാത്ര തുടർന്നു. ഇതേസമയം ഓട്ടോ സ്റ്റാൻഡിലുണ്ടായിരുന്ന ശിവദാസൻ സിഗ്നലിലെത്തി ബാഗും താഴെ വീണ ആഭരണങ്ങളും എടുത്തുമാറ്റി. ബാഗ് സിഗ്നലിന്റെ നടുക്ക് റോട്ടിൽ വീണ് കിടക്കുന്നു. ഞങ്ങളപ്പോൾ വണ്ടിയുടെ അരുത്തിവിടെ പേട്ടയിലുണ്ട്. അപ്പോൾ കണ്ടു, എനിക്കാണ് കിട്ടിയത്. ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ബാഗ് എടുക്കുന്നു, ഞാൻ എടുത്തു. കിട്ടിയപ്പോൾ അതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ സ്വർണ്ണമുണ്ട്. പിന്നെ കുറെ ബില്ലുകൾ ഹോസ്പിറ്റലത്തെ കണ്ടു. അപ്പം ഞങ്ങൾ ഒരു കൂട്ടുകാരൻ ഫോണിൽ വിളിച്ചു, നമ്പർ നോക്കി. ഇതിനിടെ 2 ഇരുചക്ര വാഹന യാത്രികർ കാൽവിരൽ കൊണ്ട് ആഭരണം കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ സ്വർണം താഴെ വീണപ്പോൾ ഹൈവേയിൽ കൂടി പോകുന്ന 2 ബൈക്കുകാരെ നിർത്തിയിട്ട് കാലുകൊണ്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ശിവദാസനും ഓടി നിന്ന് ബാഗ് അല്ല അവർ കിടന്നോട്ടെ ഞങ്ങൾ എടുത്തോണ്ടെന്ന് പറഞ്ഞ് എടുത്ത് അവരെല്ലാവരും കൂടി 3-4 പേര് കൂടി തുറന്നു നോക്കലും സംസാരിച്ച് എല്ലാ അഡ്രസ്സിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് വിളിച്ച് അതിൻ്റെ ഉടമസ്ഥന് തിരികെ കൊടുത്തു. ബാഗിലുണ്ടായിരുന്ന ആശുപത്രി OP കാർഡിൽ പേരിനൊപ്പമുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചാണ് സ്വർണം നഷ്ടപ്പെട്ടവരെ കണ്ടെത്തിയത്. ആമ്പല്ലൂർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയ ഡൊമിനിക്കിനും ജോളിക്കും ശിവദാസൻ ബാഗ് കൈമാറി. വലിയ തുകയുടെ സ്വർണം കണ്ടെങ്കിലും നേരിനെ ചേർത്ത് പിടിച്ച ശിവദാസനും മറ്റു ഓട്ടോ ഡ്രൈവർമാർക്കും കണ്ണീരോടെ നന്ദി പറഞ്ഞാണ് ഡൊമിനിക്കും ജോളിയും ആമ്പല്ലൂരിൽ നിന്നും തിരിച്ചുപോയത്. ഞങ്ങളുടെ മോള് വണ്ടിയിൽ പോകുമ്പോൾ അവളുടെ സ്വർണ്ണമായിരുന്നു. അത് ഇങ്ങനെ ആമ്പല്ലൂർ ജംഗ്ഷനിൽ വെച്ച് വീണു. അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷയിലത്തെ ചേട്ടന്മാർക്ക് കിട്ടി. ആ സാധനം തിരിച്ചു കിട്ടു. അവരോട് നന്ദി പറയും. നവീകരിച്ച കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ കൂദാശയും പുനഃപ്രതിഷ്ഠയും ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ഇടവക ദിനാഘോഷവും ജൂബിലി സമാപന ചടങ്ങും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ പയസ് ചിറപ്പണത്ത് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സോവനീർ പ്രകാശനം നിർവഹിച്ചു. ദേവാലയ ജൂബിലിയോടനുബന്ധിച്ച് നൽകുന്ന ഭവന നിർമ്മാണ സഹായധനം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൈമാറി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഫൊറോന വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പാറേക്കാടൻ, സിസ്റ്റർ തെരേസ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, ഇടവക വൈദിക പ്രതിനിധി ഫാദർ ലിൻഡോ കുറ്റിക്കാടൻ,
ഇടവക കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, പ്രതിനിധി യോഗം സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ, ജനറൽ കൺവീനർ ജോയ് മാളിയേക്കൽ, കൺസ്ട്രക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ റിൻസൺ അരീക്കാടൻ എന്നിവർ സംസാരിച്ചു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ ആരക്ഷക ഹോമവും ആദരണവും സംഘടിപ്പിച്ചു. 108 സന്യാസിമാരുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് ആരക്ഷക ഹോമം നടന്നത്. തുടർന്ന് നടന്ന ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്തു. അശ്വനി ദേവ് തന്ത്രി അധ്യക്ഷനായി. അഖില ഭാരതീയ യജ്ഞസമിതി രക്ഷാധികാരി പത്രിക, വേൾഡ് റെക്കോർഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ചലച്ചിത്ര താരങ്ങളായ സുരഭി ലക്ഷ്മി, നിഷ സാരംഗി, ക്ഷേത്രം സെക്രട്ടറി ഡോക്ടർ വിനീത് ഭട്ട്, KR ദിനേശൻ, KV ദിനേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മഹാമണ്ഡലേശ്വരായിട്ട് നിയമിച്ചതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അത് സന്യാസി സമുദായത്തിന് തന്നെ വലിയൊരു, അദ്ദേഹത്തിനും ഒരു വാഹനം സംവിധാനമൊക്കെ ഉടനെ തന്നെ എത്തും. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് മുഖ്യമായിട്ടുള്ള. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നു കയറിയതാണ്. അപ്പോഴാണ് നമ്മുടെ അശ്വിനി ദേവ് തന്ത്രികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നെ പരിചയപ്പെട്ടു. എന്നെ ഇങ്ങോട്ട് അതിരുദ്ര മഹായാഗത്തിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചു. അങ്ങനെ വന്നു. അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനും ഇവിടെയുള്ള ഗ്രാമവാസികൾക്കുമൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഭഗവാൻ എല്ലാവർക്കും നൽകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും കൂടി പഠിച്ചാൽ ശ്രീനാരായണ ഗുരുദേവന്റെ മതസമന്വയ ദർശനം പൂർത്തിയാക്കാനാകുമെന്ന് ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. 1924 ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി വർഷാചരണത്തിന്റെ ഭാഗമായി പേരാമ്പ്ര ഗുരു ചൈതന്യ മഠത്തിൽ നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിവഗിരിയിൽ ദിവസവും സന്ധ്യാപ്രാർത്ഥനാ വേളയിൽ ഭഗവത്ഗീതയോടും ശ്രീനാരായണ ധർമ്മത്തോടും ഒപ്പം ബൈബിളും ഖുറാനും വായിക്കപ്പെടുന്നുണ്ടെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ചടങ്ങിൽ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യ അധ്യക്ഷത വഹിച്ചു. ധർമ്മസംഘം ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, മുസ്തഫ മൗലവി, ഡോക്ടർ അജയ് ശേഖർ, സ്വാമി പ്രബോധ തീർത്ഥ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം TV പ്രജിത്ത്, ഗുരുചൈതന്യ മഠം ഇൻചാർജ് സ്വാമി ദേവചൈതന്യ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ, ജനറൽ കൺവീനർ AK ജയരാജ്, PA കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴിതടഞ്ഞ് കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം 1.5 മണിക്കൂറോളമാണ് ഒറ്റയാൻ കട്ടപ്പ തടസ്സപ്പെടുത്തിയത്. അവധി ദിവസമായതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികളും പ്രദേശവാസികളും കടന്നുപോകാൻ കഴിയാതെ 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടി. ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മിൽമയുടെ പാൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. കുറച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമശാസ്ത്ര ജാഥ കൊടകരയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് KK സോജ, സെക്രട്ടറി TM ശിഖാമണി, TA വേലായുധൻ, MK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു ജാഥ വിശദീകരണം നൽകി. ജാഥ ക്യാപ്റ്റനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സെക്രട്ടറിയുമായ TM ശിഖാമണി ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി. പരിഷത്ത് പുതുക്കാട് യൂണിറ്റ് സെക്രട്ടറി ഹരിറാം കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK അജയ്കുമാർ, KK അനീഷ് കുമാർ, മേഖലാ ട്രഷറർ ജിനേഷ് PR, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ TA വേലായുധൻ, CS മനോജ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമശാസ്ത്ര ജാഥയുടെ ഭാഗമായി ED ഡേവിസ് രചിച്ച ഒടുവിൽ ഒറ്റയ്ക്ക് ഗാന്ധി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച എഴുത്തുകാരൻ AK ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. AS ജിനി അധ്യക്ഷത വഹിച്ചു. അഗസ്റ്റിൻ കുട്ടനല്ലൂർ, രാജൻ നെല്ലായി, കൃഷ്ണൻ സൗവർണിക, KK അനീഷ് കുമാർ, MC സന്ദീപ്, K വിജീഷ് കുമാർ,
സോജ KK, സുരേഷ് P. കുട്ടൻ എന്നിവർ സംസാരിച്ചു. ED ഡേവിസ് മറുപടി പറഞ്ഞു. രാപ്പാൾ ദേശം കുംഭഭരണി ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത നിർവഹിച്ചു. ഉത്സവാഘോഷ പരിപാടികൾക്ക് പുറമെ വിവിധ സാമൂഹ്യ വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന രാപ്പാൾ ദേശം കുംഭഭരണി ആഘോഷ കമ്മിറ്റിയെ അദ്ദേഹം അഭിനന്ദിച്ചു. മഹാമാരിയുടെ കാലത്ത് വീടുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ സഹായങ്ങൾ നൽകുന്നതിനും മുന്നിട്ടിറങ്ങിയ കമ്മിറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ ഉത്സവ നടത്തിപ്പിലും പുരസ്കാരങ്ങൾ നേടിയത് ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ 3 വർഷവും 18 ദേശങ്ങളിൽ ഏറ്റവും മികച്ച ദേശപൂരത്തിനുള്ള സമ്മാനം നേടിയ രാപ്പാൾ ദേശത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കല്ലയിൽ അധ്യക്ഷനായിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, സുഭാഷ് രാപ്പാൾ, കുറുമാലിക്കാവ് ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി ബിജു, രാജൻ കരവട്ട്, ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ സുധൻ കാരയിൽ, KN രാജൻ, ചന്ദ്രൻ പനമുക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ഒരു ദേശ കമ്മിറ്റി, കുംഭഭരണി ആഘോഷ കമ്മിറ്റി ഓഫീസ് എന്ന സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ്. രാപ്പാളിൻ്റെ കാലഘട്ടങ്ങളിൽ ധാരാളം ഉത്സവാഘോഷങ്ങളും പൂരങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ച എനിക്ക് ഉണ്ടായ അനുഭവം അവസാന സമയത്ത് എല്ലാ വർഷവും കാട്ടുപന്നികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി പുതുക്കാട് കറുകപ്പാടം പാടശേഖരത്തിലെ നെൽകർഷകർ. പന്നികൾ കൂട്ടമായി ഇറങ്ങി കതിരിട്ട നെൽച്ചെടികൾ കുത്തിമറിച്ചിട്ട നിലയിലാണ്. പുതുക്കാട് കൃഷിഭവന് കീഴിലെ പ്രദേശമാണ് ഇത്. പാറയ്ക്കത്തെ ശോഭനൻ, ഐനിക്കൽ ജോർജ്, മാളിയേക്കൽ തമ്പി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണം ഉണ്ടായത്. പ്രദേശത്തെ നേന്ത്രവാഴ, കപ്പ എന്നീ കൃഷികളും പന്നികൾ ആക്രമിക്കാറുണ്ട്. പന്നിക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ. പഞ്ചായത്തും കൃഷിഭവനും ഇടപെട്ട് എത്രയും വേഗം പന്നികളെ പിടികൂടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ആളകപ്പ നഗർ കീറ്റ്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മച്ചെപ്പ് മുൻ പ്രിൻസിപ്പൽ മേരി ദാസ് ഉദ്ഘാടനം ചെയ്തു. CD ദേവസി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ CV ഷംസുദ്ദീൻ, CN വിദ്യാധരൻ, സോമൻ, ലത്തീഫ് മുച്ചിക്കൽ, K സൂരജ്, ഡേവിസ്, റീസൻ, മിനി, രാജു, മിനി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും വികാസം പ്രാപിച്ചത് കൊണ്ട് മാത്രമാണ്, അഥവാ വിജ്ഞാനം ലോകത്തിലേക്ക് അതാത് സമയത്ത് റിലീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂടിച്ചേരാൻ, ഒരുമിച്ചായിരിക്കാൻ അവസരം ഒരുങ്ങിയത്. മൊബൈല് അത് വലിയ ഒരു പ്രാധാന്യം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറ്റവും ഫലവത്തായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഉപയോഗമാണ് നമ്മളെ ഇവിടെ ഒന്നിച്ചു കൂട്ടിയത്. ശേഷം ചില ആളുകളെങ്കിലും തർക്കദോഷം എന്ന് പറയാം, ഒത്തൊരുമിച്ച് കാണുകയാണെന്ന്. ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മേധാസ് മാഷ്, ശശികുമാർ, ദേവസേകരൻ, അതുപോലെ തന്നെ ഷംസു അടക്കമുള്ള ആളുകൾ. ഞാനൊക്കെ അതിന് ശേഷം എത്തിച്ചേർന്ന ലൈറ്റ് കമേഴ്സാണ്. അന്നും കോളേജിൽ ഞാൻ ലൈറ്റ് കമറാണ്. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ വാർത്തകൾ തുടരുന്നു. ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് അലി പതാക ഉയർത്തി. സംസ്ഥാന പ്രസിഡന്റ് CV ഷാജി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിഗർ പെരിങ്ങാല, ജില്ലാ സെക്രട്ടറി മനേഷ് പാലിയേക്കര,
സംഘാടക സമിതി ജനറൽ കൺവീനർ റനീഷ് എറവക്കാട് എന്നിവർ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ സംഘടന ഒക്കെ തകർന്നു പോയത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും തൊഴിലാളികൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ സംഘടന. അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ 40 ലക്ഷം രൂപയിലധികം ചാരിറ്റി നമ്മൾ നടത്തി. തീർച്ചയായിട്ടും സംഘാടക സമിതി ജില്ലാ കമ്മിറ്റിയും നിങ്ങളുടെ താലൂക്ക് കമ്മിറ്റിക്ക് നിങ്ങളുടെ പങ്കെടുക്കേണ്ട പ്രതിനിധികളുടെ കോട്ട തന്നിട്ടുണ്ട്. ആ കോട്ടയ്ക്കനുസരിച്ച് എത്തിച്ചേർന്നു. എൻ്റെ പ്രിയപ്പെട്ട വളരെ സന്തോഷം. കാരണം ഇങ്ങനെയൊരു സമ്മേളനം അതിൻ്റെ പ്രൗഢഗംഭീരമായി നടത്തുന്ന ഈ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അതിൻ്റെ KKPയുടെ എല്ലാ ജില്ലകളും നോക്കിക്കാണും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിഞ്ഞാലക്കുട ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിച്ചു. OSA, PTA, OTA സംഘടനകൾ സംഘടിപ്പിച്ച മേള വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PP ടെസി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, PTA പ്രസിഡന്റ് CK സന്ദീപ്, TG ശ്രീജിത്ത്, TR സുരേഷ് ബാബു, KN ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. എയർപോർട്ടിൽ പോയി വരുന്നതിനിടെയായിരുന്നു അപകടം. വലപ്പാട് സ്വദേശി ഗോപാലകൃഷ്ണനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിയത്. കാറിലുണ്ടായിരുന്നവർ തീ കണ്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വരന്തരപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VA ജോസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AG അംബിക, യൂണിറ്റ് സെക്രട്ടറി LC മിഖായേൽ, ട്രഷറർ ലേഖ, MP റാഫി, സെയ്ബുന്നിസ, ഷിത സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനിയും അതിൽ നിന്നൊരു വള കൂടി നിങ്ങൾക്ക് വീണ്ടും തരും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നന്ദിപുരം യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AG അംബിക, യൂണിറ്റ് സെക്രട്ടറി E രാജി, സുകന്യ, KR രമ്യ, സുമി ജോയ്, ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തിന്റെ സമാപനം കുറിക്കുന്ന 10ാമത് മഹോത്സവം ഞായറാഴ്ച ആരംഭിച്ചു. 27 വരെ വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, കളമെഴുത്തുപാട്ട്, ഭഗവതി നൃത്തം എന്നീ ചടങ്ങുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറും. 27-നാണ് 10ാമത് മഹോത്സവം. പുതുക്കാട് കേളിപ്പാടം ശ്രീ വെട്ടിയാട്ടിൽ അയ്യപ്പ തിരുനടയിൽ മകരച്ചൊവ്വ വേലയാഘോഷത്തിന് മുന്നോടിയായി നടന്ന യോഗം ക്ഷേത്രം ഉപദേശക സമിതി അംഗം PV മണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്മിരേഷ്, PC ജയൻ, അതുൽ കൃഷ്ണ, പമ്പൻ, സുധീർ, സ്മിജു എന്നിവർ സംസാരിച്ചു. 2024 ജനുവരി 14, 15, 16 തീയതികളിലാണ് മകരച്ചൊവ്വ വേലാഘോഷം. ആഘോഷ കമ്മിറ്റിക്കുള്ള ആദ്യ സംഭാവന ചുങ്കത്ത് പോൾ മകൻ ജിയോ നൽകി. PV മണി സംഭാവന ഏറ്റുവാങ്ങി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 146ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് കൊടകരയിൽ സംഘടിപ്പിച്ചു. പരിശോധനയ്ക്ക് വിധേയരായവരിൽ നിന്ന് 33 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. ഡോക്ടർ RH സ്നേഹ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, K സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലാവസ്ഥ: കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പൊതു അവധി ദിവസമായ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ മ്യൂസിയങ്ങളും മൃഗശാലകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ KSCSന്റെ കീഴിൽ 2024 മാർച്ച് 31 വരെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനെ നിയമിക്കുന്നു. ഡിസംബർ 18 ഉച്ചയ്ക്ക് 2-ന് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടത്തുന്ന അഭിമുഖത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. 10 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി, MLT ഡിപ്ലോമയാണ് ആവശ്യമായ യോഗ്യത. പ്രായപരിധി 40 വയസ്സിന് താഴെ. ബ്ലഡ് ബാങ്കിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മാസവേതനം 21,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രി ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048724277778. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5,730 രൂപ.
പവന് 45,840 രൂപ. പുലക്കാട്ടുകര മൈത്രി റോഡ് മഠത്തിപ്പറമ്പിൽ ചന്ദ്രൻ എന്ന കണ്ണൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ഓമന, നീതു, നീനു എന്നിവർ മക്കളും, സുമേഷ്, ഷാനു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ മാടമ്പി ജോർജിന്റെ ഭാര്യ ലാലി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. 8 പവൻ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് ഓട്ടോറിക്ഷയിൽ നിന്നും വീണുപോയത് കണ്ട മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ച് മാതൃകയായി. ഞായറാഴ്ച രാവിലെ ആമ്പല്ലൂരിലായിരുന്നു സംഭവം. നവീകരിച്ച കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ കൂദാശയും പുനഃപ്രതിഷ്ഠയും ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ഇടവക ദിനാഘോഷവും ജൂബിലി സമാപന ചടങ്ങും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ ആരക്ഷക ഹോമവും ആദരണവും സംഘടിപ്പിച്ചു. ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളെയും സമബുദ്ധിയോടെയും സമഭക്തിയോടെയും കൂടി പഠിച്ചാൽ ശ്രീനാരായണ ഗുരുദേവന്റെ മതസമന്വയ ദർശനം പൂർത്തിയാക്കാനാകുമെന്ന് ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. പേരാമ്പ്ര ഗുരു ചൈതന്യ മഠത്തിൽ നടന്ന സർവമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി നടത്തുന്ന ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് കൊടകരയിലും പുതുക്കാടും സ്വീകരണം നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.